പാത്രം കാലിയാവുന്ന ഒരു ബീഫ് ചില്ലിൻ്റെ റെസിപ്പി. ബീഫ് നമ്മൾ ഒരുപാട് രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു ഒന്നൊന്നാം തരം ആയിട്ടാണ് കേട്ടോ. അപ്പോൾ റെസിപ്പി നോട്ട് ചെയ്തോളി. അപ്പോൾ ബീഫ് ഇങ്ങനെ വലിയ കഷ്ണമായിട്ട് വാങ്ങിക്കണം കേട്ടോ. അതിനെ ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനുണ്ട്. കട്ട് ചെയ്യുന്നതിന് മുൻപേ ഈ ഒരു വലിയ കഷ്ണം ബീഫിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ബീഫിൻ്റെ മുകളിൽ. ഈ കഷ്ണങ്ങളിൽ മുഴുവൻ ഈ ഒരു മസാല പിടിക്കണം കേട്ടോ. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചൊരു 3-4 വിസിലിൽ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കണം. കുറച്ച് മുളക് എടുത്തിട്ട് അതും ചതക്കണം. ഒരു 6-7 മുളകാണ് കേട്ടോ ക്രഷ്ഡാക്കി. അതും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൻ്റെ കൂട്ടത്തിലേക്ക് 2 സ്പൂണ് കോൺഫ്ലവറും 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂണ് ഗരം മസാലയും വീണ്ടും ഉപ്പും ചേർത്ത് 1 സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ച്, അതായത് വിനീഗർ കേട്ടോ, സുർക്കാന്ന് പറയും, നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ മസാല. നമ്മുടെ ബീഫ് ഫ്രൈൻ്റെ രുചി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു മസാലയാണ്. ബീഫ് വേവിച്ച ആ ഒരു സ്റ്റോക്കില്ലേ, വെള്ളവും കൂടെ ഒഴിച്ച് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച ബീഫ് വെള്ളം കളഞ്ഞ് നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര കനത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ കുറച്ച് കട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഭയങ്കര നൈസായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വേവിച്ച ബീഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റുമാണ്, വളരെ ഈസിയുമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു റെസിപ്പി കേട്ടോ. ഇനിയൊരു പാന് ചൂടാക്കി അതിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും ഇതുപോലെയുള്ള റെസിപ്പീസ് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ടേസ്റ്റും. അപ്പോൾ ബീഫ് മൊത്തം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മിക്സ് ആ ഒരു ബീഫിൻ്റെ മുകളിൽ നല്ലോണം ഒന്ന് കോട്ടായി കിട്ടണം. കൈ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അപ്പം നല്ലോണം ഒന്ന് തിരുമ്മി കൊടുത്ത് ആ മസാല മൊത്തം ബീഫിൽ പിടിക്കണം കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങളെ വായിൽ വെള്ളം വരുന്നുണ്ടാവും. കഴിച്ചാൽ അതിലും രുചിയാണ്. അപ്പോൾ റെസിപ്പി ഇപ്പം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. എണ്ണ ചൂടായി അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നാടൻ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബീഫ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓൾറെഡി വെന്ത ബീഫ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ക്രിസ്പിയായി കിട്ടേണ്ട പണിയുള്ളൂ. എളുപ്പത്തിൽ ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് വേകുമ്പം തന്നെ എന്തൊരു സ്മെല്ലാന്നറിയോ. ഒരു പറ ചോറ് തീരുന്നൊരായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലും ഭയങ്കര നഷ്ടമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു സൈഡ് ആയി എന്ന് തോന്നിയാൽ ഒന്ന് മറിച്ചിട്ട് അങ്ങനെ വേവിച്ച് കൊടുത്താൽ മതി. നല്ലോണം ക്രിസ്പി ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. സ്ലോ കുക്ക് ചെയ്തെടുക്കുക, കാരണം ഓൾറെഡി വേവിച്ച ബീഫ് ആയതുകൊണ്ട് തന്നെ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെ തന്നെ ഉച്ചയ്ക്ക് ഊണുണ്ടാക്കുമ്പം സൈഡായിട്ട് ഈ ഒരു കിഡ്ലൻ ബീഫ് ഫ്രൈയും കൂടെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. മറ്റൊരു കിഡ്ലൻ വീഡിയോ ആയിട്ട് കാണാം.